ഇതിപ്പോ 5ാമത്തെ ദിവസമാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ രാത്രിയൊക്കെ ഒന്നും ഉറങ്ങുന്നില്ല. ഞങ്ങൾക്കൊക്കെ പേടിയാണ് ഇത് ഇടിഞ്ഞുമ്പോൾ ഞങ്ങൾക്ക് വീഴുമെന്നൊക്കെ ഓർത്തിങ്ങനെ. രാത്രിയും കടലേറ്റവും പകലും കടലേറ്റവും. ഇത് എവിടോട്ട് ഓടാനാണ് ഞങ്ങൾക്ക് ഓടാൻ സ്ഥലവും കൂടി ഇല്ല. ഇത് ഞങ്ങൾ ആരോടാ ചെന്ന് പറയേണ്ടത്? ഇത് ഈ ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ ഈ ആൾക്കാരൊക്കെ ഞങ്ങൾ അന്വേഷിക്കാൻ വരുന്നുണ്ട്. അത് കഴിയുമ്പോട്ട് ഇവർ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഞങ്ങളെയൊക്കെ? ഇങ്ങനെ ആ പാർട്ടിക്കാർ ഈ പാർട്ടിക്കാരൊക്കെ എല്ലാവരും വരുന്നുണ്ട്. ഇത് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ മനുഷ്യരല്ലേ ഇവിടെ ജീവിക്കുന്നത്? എങ്ങനെ കഴിയുന്നെന്ന് ഇവരൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? ഈ സമയം വരുമ്പോഴേ ഞങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. അല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ പറ അവരോട്. ഞങ്ങൾക്ക് ഇതിന്റെ ലെറ്ററോപ്പോട് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ അല്ലാണ്ട് ഞങ്ങൾ സമ്മതിക്കല്ല. അങ്ങനെ കുറച്ച് പ്രശ്നം കൂടുതലല്ലേ കഴിഞ്ഞ തവണത്തേക്ക്? അതെ, ഈ പ്രാവശ്യം ഭയങ്കര കൂടുതലാണ്. ഞങ്ങൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ മക്കളൊക്കെ ഒന്നും ജോലിക്ക് പോകുന്നില്ല. ഞങ്ങളിത് ഇവിടെ വരുമ്പോഴേക്ക് ഞങ്ങളുടെ വീടുണ്ടാവുമെന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഇതുകൊണ്ട് ഞങ്ങൾ ജോലിക്കും പോകണം. ഞങ്ങൾ ചേട്ടനൊക്കെ പാടില്ലാത്ത സുഖമില്ലാത്ത ആൾക്കാരൊക്കെ എന്തൊക്കെ ഞങ്ങൾ എങ്ങോട്ട് പോകും? സമരം ചെയ്ത് ജനകീയ വേദിയുടെ ഇതിൽ ഞങ്ങൾ പോയി സമരം ചെയ്തതായിരുന്നു. എന്നിട്ട് കളക്ടർ വന്ന് അന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താണെങ്കിലും ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾക്ക് നീതി നടത്തി തരാമെന്ന് തന്നെയാണ് കളക്ടർ അന്ന് പറഞ്ഞത്. ഞങ്ങൾ വളരെ ശക്തമായ സമരമാണ് അന്ന് ചെയ്തത്. പക്ഷേ എല്ലാവരും വന്നു പോയെന്നല്ലാതെ ഇന്ന് വരെ ഈ സമയം വരെ ഞങ്ങൾക്ക് ഒരു ചെറിയ രീതിയിൽ പോലും ഒരു സഹായം ഇവിടെ എത്തിച്ചിട്ടില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഈ അധികാരികളൊന്ന് കണ്ണു തുറന്ന് നോക്കും. ഞങ്ങളും പാവപ്പെട്ട മനുഷ്യരാണ്. ഞങ്ങൾക്ക് കാശില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ പുറന്തള്ളി കളയുവാ. കാശില്ലാത്തവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പ്രായമായവരുണ്ട്, കുഞ്ഞുമക്കളുണ്ട്. ഇവരെയൊക്കെ കൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് ഓടും? കാറ്റാണെങ്കിൽ അതിശക്തമായ കാറ്റാണ്, കടൽ പൊങ്ങും. ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ഈ നേരെ ഇരിക്കുന്ന വീടാണ്. ഈ വീട് ഇതൊക്കെ തകർന്നു പോകും. ഒരു കാറ്റിനും ഒരു മഴയൊക്കെ ഉള്ളത്. നമുക്ക് വേറെ ഒരു വീട്, നമ്മുടെ സ്വപ്നങ്ങളാണ് ഈ ഒരു വീട്. എത്ര വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഞങ്ങളൊരു വീട് ഉണ്ടാക്കിയെന്ന് അറിയാമോ? ചെറുതെങ്കിൽ ചെറുത്. അത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. ആ വീടാണ് ഇന്ന് തകർന്നുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾക്ക് എന്തോരം വേദന ഉണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ? ഞങ്ങളെ കൊണ്ട് ഇനി ഒരു സാധിക്കൂല. ഇങ്ങനെ ഒരു വീട്, ഒരു ചെറുതെങ്കിൽ ചെറുത് ഇനി ഉണ്ടാക്കാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കൂല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ഞങ്ങളുടെ തകർന്നു പോണ വീട് നോക്കി ഞങ്ങൾ കൈയും കെട്ടിയിരിക്കണോ? അല്ലെങ്കിൽ ഞങ്ങൾ ഈ കടൽക്ഷോഭത്തിന്റെ ഇതിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന കണ്ട് ഞങ്ങൾ കൈകെട്ടിയിരിക്കണോ? ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളിനി എന്താ ചെയ്യേണ്ടത്? ഈ അധികാരികളൊന്ന് കണ്ണു തുറന്ന് നോക്ക്. അവരെ പോലെയുള്ള മനുഷ്യർ തന്നെ ഞങ്ങളും. അവരുടെ ഹൃദയം ഇടിക്കുന്നത് പോലെയുള്ള ഹൃദയം ഞങ്ങളുടെ ഹൃദയം. അവർക്കിടെ പോലത്തെ രക്തം തന്നെ ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത്. വ്യത്യാസമൊന്നുമില്ലല്ലോ. ബ്ലഡിന് റെഡ് കളർ തന്നെയല്ലേ? അല്ലാണ്ട് വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പം ഇല്ലേ, അതുകൊണ്ട് അവരൊന്ന് കണ്ണു തുറന്ന് നോക്കും. ഞങ്ങൾ എന്തായാലും പാവ മനുഷ്യരല്ലേ, ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. പ്രിയമുള്ള അധികാരികളെ, ഞങ്ങൾ വളരെ സങ്കടത്തോടെ പറയുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യും. 5 ദിവസമായി ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് അനുഭവിക്കുന്നത്.